ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, 2023-24 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തേത് നെക്രോൽ ഫിക്ര വനുജീബു. എന്താണ്? താഴെ ഒരു ഫിക്ര തന്നിട്ടുണ്ട്. ഫിക്ര എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ്. അത് വായിക്കുക, എന്നിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫിക്ര ഒന്ന് വായിച്ചു നോക്കാം. തസ്കുനു ഉസ്രത്തു ജവാദ് ഫി ഖറിയത്തിൻ മാ ജദ്ദി വ ജദ്ദ. എന്താണ്? ജവാദിൻ്റെ ഫാമിലി, ഉസ്രത്ത് എന്ന് പറഞ്ഞാൽ കുടുംബം താമസിക്കുന്നത് എവിടെയാണ്? ഫി ഖറിയ, ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. മാ ആരുടെ കൂടെയാണ്? അൽ ജദ്ദ് വൽ ജദ്ദ, ആരുടെ കൂടെയാണ്? വല്ലിപ്പാടെയും വല്ലിമ്മാടെയും കൂടെയാണ്. യുഹിബു ജവാദ് വ ഉഖ്തുഹു മാജിദ അൽ ജദ്ദ കസീറൻ. എന്താണ്? ജവാദിന് ഇഷ്ടമാണ് ആരെ? വ ഉഖ്തുഹു, അവൻ്റെ സഹോദരിയെ ഇഷ്ടമാണ്. മാജിദ, സഹോദരി ആരാണ്? മാജിദ. അതുപോലെ തന്നെ അൽ ജദ്ദു കസീറൻ, അതുപോലെ തന്നെ വല്യമ്മാനെയും ഒരുപാട് ഇഷ്ടമാണ്. തഖുസുൽ ജദ്ദ കിസസുൽ ഹയവാനാത്തി വ തുയൂർ. തെക്കുസുൽ ജദ്ദ, വല്യമ്മ പറയും. എന്താ പറയുന്നത്? കിസസുൽ ഹയവാനാത്ത്, മൃഗങ്ങളുടെ കഥകളൊക്കെ. വത്തുയൂർ, പക്ഷികളുടെയും മൃഗങ്ങളുടെയും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. തുഹിബ് മാജിദ കിസസു തുയൂർ, മാജിദാക്ക് ഈ പക്ഷികളുടെ കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വൽ ജവാദ് യുഹിബു കിസസുൽ ഹയവാനാത്ത്, ജവാദിനാണെങ്കിലോ ജവാദിന് മൃഗങ്ങളുടെ കഥകളൊക്കെ ഇഷ്ടമാണ്. കാന ജദ്ദുഹ മുസാരി എൻ, ആരാണ്? അവൻ്റെ വല്യപ്പ ഒരു മുസാരിയാണ്, ഒരു കൃഷിക്കാരനാണ്. യസ്റഉൽ ഖദറവാത്ത്, അദ്ദേഹം ഖദറവാത്തൊക്കെ കൃഷി ചെയ്യും. ഖദറവാത്ത് എന്ന് പറഞ്ഞാൽ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യും. ഇനി താഴെയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് മൻ യുഹിബു കിസസുൽ ഹയവാനാത്ത്, ആർക്കാണ് മൃഗങ്ങളുടെ കഥ ഇഷ്ടമുള്ളത്? മാജിദ അൽ ജദ് അൽ ജവാദ്, ആർക്കാണ്? ജവാദിനാണ് അല്ലേ. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ജവാദാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ കൂട്ടുകാരെ. മാതാക്കാന യസ്റഉൽ ജദ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ജവാദിൻ്റെ വല്യപ്പ കൃഷി ചെയ്യുന്നത്? അൽ ഫവാക്കിഹ, ഫവാക്കിഹ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്. ഹദറവാത്ത്, പച്ചക്കറികൾ. റുസ്, അരി. എന്താണുള്ളത്? ഹദറവാത്താണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി ഐന യസ്കുനു ജവാദ്, ജവാദ് എവിടെയാണ് താമസിക്കുന്നത്? ഫിക്കറിയ, ഗ്രാമത്തിലാണ്. ഫിൽ മദീന, പട്ടണത്തിലാണ്. ഫിൽ വാദി, ഒരു താഴ്വരയിലാണ്. എവിടെയാണ്? ഫിൽ കറിയ എന്നതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നുക്കമ്മിൽ, എന്താണ്? പൂരിപ്പിക്കാനാണ്. കാന ജദ്ദു, ജദ് ആരായിരുന്നു? മുസാരിയൻ. ഓക്കെ, കൃഷിക്കാരനായിരുന്നു. തുഹിബു മാജിദ കിസസ്, മാജിദാക്ക് ഇഷ്ടമാണ് കഥ. എന്ത് കഥയാണ്? അത്തുയൂർ, കവിത അല്ലേ. നമ്മുടെ പക്ഷികളുടെ കഥകളാണ് മാജിദാക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇതിൻ്റെ എല്ലാ ചോദ്യവും അതിൻ്റെ ഉത്തരവും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. അൻഷദത്ത് മാജിദ ഫി സൊഫിൻ നഷീദ അനിൽ ഹയവാനാത്തി വത്തുയൂർ. മാജിദ ക്ലാസ്സിൽ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കുറിച്ചിട്ടുള്ള ഒരു പാട്ട് പാടുകയാണ്. നുക്കമ്മിലു മുസാത്തി സൂർ, അപ്പോൾ ചിത്രം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പൂരിപ്പിക്കാനാണ്. ഒന്നാമത്തേത് അന ഹയവാനുൻ, എന്താണ്? ഞാനൊരു മൃഗമാണ്. അസ്കുന് ദൗമൻ ഫിൽ അരീൻ, ഞാൻ എപ്പോഴും ഗുഹയിലാണുള്ളത്. ആരാണ്? സിംഹമാണ് അല്ലേ. അടുത്തത് നോക്കൂ. അന അയവാൻ, അവിടെ ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്ത് കൊടുക്കണം? അന അയവാൻ എന്ന് തന്നെ കൊടുക്കുക. അന ഹയവാൻ. അസ്കുന് ദൗമൻ ഫിൽ, എവിടെയാണ്? വിജാർ ആണല്ലേ. ഇതെന്താണ്? നമ്മുടെ പട്ടിക്കൂടാണ്. അപ്പോൾ വിജാർ എന്നാണ് പറയുക. അസ്കുരു ദൗമൻ ഫിൽ വിജാർ. ഇനി അന ഹയവാനുൻ. ഇനിയോ അടുത്തത് ആടാണ്. ആടിൻ്റെ കൂടിന് നമ്മൾ എന്താ പറയുക? മരീദ് എന്നാണ് അല്ലേ. മർബദ് എന്നാണ് പറയുന്നത്. അസ്കുരു ദൗമൻ ഫിൽ മർബദ് എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് അന ത്വാഇറുൻ, ഞാനൊരു പക്ഷിയാണ്. അസ്കുരു ദൗമൻ ഫിൽ ഉഷ്, ഞാൻ എപ്പോഴും ഉഷ് എന്ന് പറഞ്ഞാൽ നെസ്റ്റ്, പക്ഷിയുടെ കൂടിനാണ് ഉഷ് എന്ന് പറയാം. ഉഷിലാണ് താമസിക്കുന്നത്. അടുത്തത് ആരാണ്? അടുത്തത് നമ്മുടെ കോഴിയാണ് അല്ലേ. കോഴിയുടെ കൂടിന് നമ്മൾ ഹും എന്നാണ് പറയുന്നത്. അന ത്വാഇർ അസ്കുരു ദൗമൻ ഫിൽ ഹും എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്. കാന ജവാദുൻ എർജു ഫിൽ കിർത്വാസിയ, എന്താണ്? ജവാദ് ഒരു സ്റ്റേഷനറി കടയിലേക്ക് പോയി. റാഫി ത്വരീക്ക് സവാദ്, പോകുന്ന വഴിക്ക് അവൻ ആരെ കണ്ടു? അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള സവാദിനെ കണ്ടു. ഓക്കെ, ഫദാറ ബൈനഹുമാ ഹിവാർ, അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഹിവാറാണ് നടക്കുന്നത്. നുക്കമ്മിൽ ഹിവാർ, അപ്പോൾ ഈ ഹിവാർ നമുക്കൊന്ന് പൂരിപ്പിച്ചു കൊടുക്കണം. സവാദ് പറയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ജവാദ് എന്തായിരിക്കും കൂട്ടുകാരെ പറയുന്നുണ്ടാവുക?
ജവാദ് പറയും വാലൈക്കും മുസ്സലാം എന്ന് പറയും അല്ലേ, വാലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയും. സവാദ് ഡാഷ് ഫിക്കീസ, എന്താണ് കീശയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കീശയിൽ എന്നാണ് ചോദിക്കുക അല്ലേ. അപ്പോൾ എന്താണ് എന്നുള്ളതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക, മാസ എന്നാണ് പറയുക. ഓക്കെ, മാസ. അപ്പോൾ മാസ ഫിൽ കീസ, നിൻ്റെ കീശയിൽ എന്താണ്. അപ്പോൾ ജവാദ് എന്താ പറയുക, അൽ ഔറാഖ് വൽ മുലവ്വന വദ്ദുബാസ, എന്താണ് എൻ്റെ കവറിൽ ഇത് വ്യത്യസ്ത നിറത്തിലുള്ള കടലാസുകളാണ് എന്ന് പറയാണ്. സവാദ് ചോദിക്കുകയാണ് മിൻ ഐന ഇഷ്തറൈത, നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജവാദ് പറയാണ് മിൻ കിർത്താസിയ അൻ നുജൂം, ഞാൻ അൽ നുജൂം എന്ന സ്റ്റേഷനറി കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ സവാദ് ചോദിക്കുകയാണ് ദബ്ബാസ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ എത്ര രൂപ എന്നാണ് ചോദിക്കേണ്ടത് അല്ലേ. എത്ര എന്നുള്ളതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക, കം എന്നാണ് ഉപയോഗിക്കുക. കം റൂബിയ ലിത്തിബാസ്. ഓക്കെ, അപ്പോൾ ജവാദ് പറയാണ് 40 റൂബിയ, എത്രയാണ്, 40 രൂപയാണ്. ഇല അയിന തദ്ഹബ്, നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ ജവാദ് പറയാണ് അന ഐലൻ ഇലൽ കിർത്താസിയ, ഞാനും സ്റ്റേഷനറി കടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജവാദ് ചോദിക്കുകയാണ് മാതാ ഡാഷ് അൻ തഷ്തരി, എന്താണ് വാങ്ങാൻ. അപ്പോൾ എന്താണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അല്ലേ. അപ്പോൾ മാതാ തുരീദു അൻ തഷ്തറൈ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ സവാദ് പറയാണ് അഖിലാമ മുലവ്വന, എനിക്ക് 3 പേനയാണ്, വ്യത്യസ്ത പേനകളാണ് വേണ്ടത്. ജവാദ് പറയാണ് ശുക്രൻ, സവാദ് അഫ്വൻ എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സംഭാഷണം നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. സംഭാഷണം തുടങ്ങുമ്പോൾ സലാം വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ സ്വബാൽ ഹൈറോ സ്വബാഹൻ നൂറോ വെച്ച് തുടങ്ങാവുന്നതാണ്. അതുപോലെ സ്വബാഹൽ നൂറോ അല്ലെങ്കിൽ മസാൻ നൂറോ വെച്ച് തുടങ്ങാവുന്നതാണ്. ജവാദ് ശുക്രൻ അല്ലെങ്കിൽ അഫ്വൻ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇനി ഇതിലെ അടുത്ത ആക്ടിവിറ്റി നോക്കാം. 4ാമത്തേതാണ് വസ്സഅത്തിൽ മുദർരിസ വറക അമലി തുല്ലാബ് ബദ ജവാദ് യക്തുബു കിസ്സ, ഇവിടെ കുട്ടികൾക്ക് ഒരു വർക്ക്ഷീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ജവാദ് എഴുതാൻ വേണ്ടി തുടങ്ങുകയാണ്. നുറത്തിബുൽ കിസ്സ, ഇതൊരു കിസ്സ പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലൈബ അർഷദ് ഫിൽ മത്തർ, എങ്ങനെ എഴുതാം, ലൈബ് അർഷദ് ഫിൽ മത്തർ എന്ന്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇത് ഓർഡർ ആക്കി എഴുതിയാൽ മാത്രം മതി. സെമിയത്തുൽ ഉമ്മുൽ ബുക്കാഹു അസ്റത്തുൽ ഉമ്മു ഇലൈഹി വദമ്മത്തുഹു ഇലൈഹ ബക അർഷദ് ഫി മുൻതസഫിൽ ലൈലി അസാബഹൽ ഉമ്മ. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് എന്താണ്, ലൈബ അർഷദ് ഫിൽ മത്തർ, അർഷദ് മഴയിൽ കളിച്ചു. അസാബഹുൽ ഉമ്മ, അവൻ എന്ത് പിടിച്ചു, പനി പിടിച്ചു. ബക അർഷദ് ഫി മുൻതസഫിൽ ലൈലി, അവന് അർദ്ധരാത്രിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. സെമിയത്തുൽ ഉമ്മ ബക്കാഹു, അങ്ങനെ ഉമ്മ ആ കരച്ചിൽ കേട്ടു. അസ്റാത്തുൽ ഉമ്മ ഇലൈഹ വദമ്മത്തുഹു ഇലൈഹ, അങ്ങനെ ഉമ്മ അവൻ്റെ അടുത്ത് വന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് എന്ന് പറയുന്നത് ദഹബ അർഷദ് മാ വാലിദിഹി ഇലൽ തൊബീബ്, അങ്ങനെ അർഷദിന് പനി പിടിച്ചു. അർഷദ് എന്ത് ചെയ്തു, ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ്. ഫജറ ബൈനഹും ഹിവാർ, അങ്ങനെ അവർ തമ്മിലൊരു ഹിവാർ നടക്കുകയാണ്. നുക്കമ്മിലുൽ ഹിവാർ, ആ ഹിവാറാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. അപ്പോൾ വാലിദ് എന്ന് പറഞ്ഞാൽ ഉപ്പ. ഓക്കെ, അപ്പോൾ ഉപ്പ പറയാണ് സ്വബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ് എന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ മറുപടി എന്താ പറയുക, നമ്മൾ സ്വബാഹൻ നൂർ എന്ന് പറയും അല്ലേ, സ്വബാഹൻ നൂർ. മാതാ അസാബ തിഫുൽ, കുട്ടിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാലിദ് എന്താ പറയുക, അസ്വാബഹുൽ ഹുമ്മ, അവന് പനിയാണ് എന്ന് പറയാണ്. അത്തൊബീബ് മാസ്മുക്ക, നിന്റെ പേര് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അർഷദ് പറയാണ് ഇസ്മി അർഷദ് അല്ലേ, എൻ്റെ പേര് അർഷദാണെന്ന് പറയും. തൊബീബ് മാതാപദ, എപ്പോഴാണ് തുടങ്ങിയത് എന്ന് ചോദിക്കുകയാണ്. എപ്പോഴാണ് തുടങ്ങിയത്, അർദ്ധരാത്രിയിലാണ് അല്ലേ. അർഷദ് പറയാണ് ഫി മുൻതസഫിൽ ലൈൽ, അർദ്ധരാത്രിയിലാണ് തുടങ്ങിയിട്ടുള്ളത്. അത്വബീബ് ലാബാസ് തനാവൽ ഹാദ ദിവാ, ഭയപ്പെടേണ്ട, ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയാണ്. അപ്പോൾ വാലിദ് ശുക്രൻ എന്ന് പറയും, ഡോക്ടർ തൊബീബ് അഫ്വൻ എന്ന് പറയും. ഓക്കെ, ഇനി അവസാനത്തെ പ്രവർത്തനമാണ് അയ്ദൽ ജവാദൽ ലൗഹാത്ത് തഅല്ലഖു അയ്യാമിൽ ഇഹ്തിഫാലാത്ത്. ഇവിടെ കുറച്ച് ദിവസങ്ങൾ, ഓരോ ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് നടത്തുന്നത് എന്നാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് യൂനിയു 19 അല്ലേ, ജൂലൈ 19. യൗമുൽ ബിയ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഡേ. അതുപോലെ നവംബർ 14 യൗമുൽ ഇസ്തിക്ലാൽ, ഡിസംബർ 18. ഇത്രയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് ചോദിച്ചിട്ടുള്ളത്
അപ്പോൾ ഒന്നാമത്തേത് അൽ യൗമുൽ ആലമി അൽ ലുവൽ അറബിയ എന്താണ്, വേൾഡ് അറബിക് ഡേ എന്ന് പറയുന്നത് ഏതാണ്, ഡിസംബർ 18 ഓക്കെ. അടുത്തത് 15 ഓഗസ്റ്റ് എന്താണ്, ഓഗസ്റ്റ് 15 എന്താണ്, യൗമുൽ ഇസ്തിക്ലാലാണ്. അടുത്തത് യൗമുൽ ഈദുൽ അത്ഫാലാണ്, എന്താണ്, ശിശുദിനമാണ്. ശിശുദിനം നവംബർ 14 യൗമുൽ ഖിറാ വായനാ ദിനം എന്ന് പറയുന്നത് 19 യൂനിയുമാണ്. ഇനി അടുത്തത് 5 യൂനിയു തന്നിട്ടുണ്ട്. ജൂൺ 5 എന്താണ്, യൗമുൽ ബി ഐ ആണ്. ഓക്കെ, എൻവയോൺമെൻറ്റ് ഡേ ആണ്, പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും A+ തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.